മോളെ എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് അമ്മയ്ക്ക് അച്ഛനും സമ്മതമല്ലായിരുന്നു. കൊച്ചൻ്റെ കാസ്റ്റ് വേറെ ആയതിനാലാണ് സമ്മതിക്കാതിരുന്നത്. ഏറ്റവും വലിയ ശിക്ഷ നമ്മുടെയൊക്കെ അനുഭവത്തിൽ വെച്ച് നോക്കുന്നത് ഇതിൽ വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയായാലും വന്നാൽ ഇത്ര നാളത്തെ പരിചയമുള്ളൂ. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതലേ അവരെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. മരണത്തിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനും ചേച്ചിക്ക് ഒരൊറ്റ മോളായിരുന്നു. ആ മോളെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് LLB പഠിപ്പിച്ച് വളർത്തി വലുതാക്കി മേളിക്കൊണ്ട് വന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ലാസ്റ്റ് ഒരു അഫെയർ ചെയ്യുന്ന കൊച്ച് പെട്ടു. അത് അച്ഛനും അമ്മയും എന്ന നിലയിൽ അവർ അതിനെ എതിർത്ത് അവർക്ക് ഒരു വിധത്തിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നൊരു പേഷ്യൻ്റായിരുന്നു. എന്നിട്ട് പോലും ആ ചേട്ടൻ ആ അസുഖത്തിൻ്റെ പേര് ആ ചേട്ടൻ ഒരു വിഷമം പറയുന്നതും നമ്മൾ കേട്ടിട്ടില്ല. അന്നേരം എൻ്റെ മോടെ കല്യാണം എനിക്കത് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് എന്തും പറ്റിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആ ചേട്ടനും ചേച്ചിയുടെ. അന്നേരമാണ് ഈ കൊച്ച് ആ അഫയറിൽപ്പെട്ട പയ്യനോട് ഒളിച്ചോടി അതിൽ മനം തന്ന് അവർ ടാബ്ലറ്റ് കഴിച്ച് മരിക്കുകയായിരുന്നു. നാട്ടുകാരെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് അവർ രണ്ടുപേരും കടന്നു പോയിരിക്കുന്നത്. ഒരു മോളെ എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് അമ്മയ്ക്കും അച്ഛനും സമ്മതമല്ലായിരുന്നു. കൊച്ചൻ്റെ കാസ്റ്റ് വേറെ ആയതിനാലാണ് സമ്മതിക്കാതിരുന്നത്. മോള് പോയ തൊട്ട് പുറവിന് തന്നെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക തന്നെ അധികമായി കഴിച്ചാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അത്ര പൊന്നുപോലെ ഈ മോളായിരുന്നു. ഇങ്ങനത്തെ ഒരു മോളെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നു. ആ മോളെ ഇങ്ങനെ കത്തെഴുതി വെച്ചേക്കുന്ന പറഞ്ഞാൽ നല്ലവരായ നാട്ടുകാർ പിന്നെ ഈ ബോഡി കാണിക്കുകയോ ഇവിടെ മതിൽക്കെട്ടിനകത്തോ കയറ്റരുത്. അവരുടെ ഇത് കഴിയുന്ന ചടങ്ങുകൾ കഴിയുന്നിടം വരെ. പിന്നെ എഴുത്തിനകത്ത് മോളൊന്നു പോലും എഴുതിയിട്ടില്ല. മോളെന്നല്ല എഴുതിയേക്കുന്നത്, ഉണ്ണിമായി എന്ന വ്യക്തിയാണ് അവർ എഴുതിയേക്കുന്നത്, വേറെ ഒന്നുമല്ല. അല്ലാതെ എൻ്റെ മോളെന്ന് പോലും അവർ സംബോധന ചെയ്തിട്ടില്ല. അവരുടെ അത്ര പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടും അവർ ചെയ്തു. അവൻ്റെ അസുഖമുണ്ട്, പക്ഷേ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച്. ഒരു 50 ലക്ഷം 35 ലക്ഷം രൂപ കൊടുത്ത് ഇത് മാറാന്നൊരു അവൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ജീവിക്കേണ്ട പൈസയാണ് പറഞ്ഞ അവൻ സൂക്ഷിച്ച് വെച്ചിരുന്നത്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആ രീതിയിൽ അവൻ കൊണ്ടുവരുന്നത്. ഈ പോകുന്ന രാവിലെ അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്തുന്ന കാര്യം പറഞ്ഞു. വെള്ളിയാഴ്ച ഒരു 12 മണിയായപ്പോൾ പോയി കാണും. 2 മണിയായപ്പോൾ 2-2:30 ആയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരൊറ്റ ആഗ്രഹമുള്ളായിരുന്നു, ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കുക. ആ ഒരൊറ്റ ചിന്തയുള്ളായിരുന്നു. അതിനിടയ്ക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരു മോളെ അത്ര പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ്. നമ്മൾ ഈ സാഹചര്യത്തിൽ നാട്ടുകാരാരെങ്കിലും ഈ സംഭവം അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇവരോട് സംസാരിച്ച് നമുക്ക് സോൾവ് ആക്കി കൊണ്ടുപോകാൻ പറ്റിയത്. പക്ഷേ ഇത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. സംഭവിക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നായിരിക്കാം. അവനവൻ്റെ ഇഷ്ടമാണ്, ഇപ്പോൾ നാട്ടു നടപ്പാണ്, അവരവർ ഇഷ്ടമുള്ളവരെ കെട്ടുക എന്നുള്ളത്. പക്ഷേ ഇത് ഒറ്റ മകളെ പറഞ്ഞ മാതിരി അവരുടെ പ്രതീക്ഷയ്ക്കത്ത് അയക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാവാം അവന് ഒരു മോളെ ഉള്ളായിരുന്നു. രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ഞങ്ങൾ കൂട്ടുകാരായ ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചു. അപ്പോഴവൻ പറയുന്നത് ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട, ഈ ഉള്ള കുഞ്ഞിന് ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം. അത്രയും ഒരു ആഗ്രഹം അവർക്ക് ജീവിതത്തിലുള്ളൂ. ഒട്ടും സ്നേഹിച്ച് വളർത്തിയത് അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിൽ അവർ ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയാൽ നിൻ്റെ അച്ഛനും ഞാനും ആത്മഹത്യ ചെയ്യും, മരിക്കുമെന്ന് പറഞ്ഞു. അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങിപ്പോയി. എന്നാലും ഈ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോയത് ഒന്നുമില്ലെങ്കിൽ അവന് ഡയാലിസിസ് പേഷ്യൻ്റാണ്. 1-2 വർഷമോളം അവൾ വെയിറ്റ് ചെയ്താലും അവൾക്ക് പിന്നീട് വേണമെങ്കിലും പോകാം. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാലും ചിലപ്പോൾ അവനും വിചാരിക്കും ഇനി എന്തെങ്കിലും ആവട്ടെ എന്നൊരു ചിന്ത വന്നിട്ട് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഡീസൻ്റ് അല്ലേ. കാരണം നെഞ്ചത്തി ഒട്ടി അവൾ പോയത്. അതിൻ്റെ അച്ഛനും അമ്മയും തോറ്റിട്ടില്ല, അവർ ജീവിക്കുന്നുണ്ട്. ആ അച്ഛനും അമ്മയെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അവർക്ക് അവരുടെ ആത്മാഭിമാനം അവർ വിട്ടുകൊടുത്തില്ല. അതിനെ ആ കൊച്ചു മനസ്സിലാക്കി. അവരാരും തലകുനിച്ചില്ല. ഏറ്റവും വലിയ ശിക്ഷ നമ്മുടെയൊക്കെ അനുഭവത്തിൽ വെച്ച് നോക്കുന്നത് ഇതിൽ വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല. പ്രണയം എന്ന് പറഞ്ഞില്ലേ പ്രണയ യഥാർത്ഥത്തെ അവരാണ് പ്രണയിച്ചത്. അവരൊന്നിച്ച് അവരൊന്നിച്ച് ജീവിച്ച് ഒന്നിച്ചൊരു മോളെ വളർത്തിക്കൊണ്ട് വന്നു. ആ മോള് കാരണം ആ മോള് പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ യഥാർത്ഥ പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ആർക്കും ഒരു ഭാരമാകാം. അവരുടെ ആഗ്രഹം അത് തന്നെ. അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ ആഗ്രഹം കുറ്റബോധം ഇവിടെ മനസ്സിൽ നിന്ന് മാറും. ഇതല്ല, ഇതിനപ്പുറം കിട്ടിയാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒറ്റ ആക്കുവാണെങ്കിൽ നമുക്ക് ഒരു കുറച്ചാളെങ്കിലും വിഷമം കൊണ്ടെന്ന് വിചാരിക്കാം. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയായാലും വന്നാൽ ഇത്ര നാളത്തെ പരിചയമുള്ളൂ. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതലേ അവരെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ആ ഒരു സ്നേഹം അവർ എവിടെയോ ഉള്ളവരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. അവൻ ഏതാണെന്ന് പോലും യഥാർത്ഥത്തിൽ അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഈ കൊച്ചിനറിയാവും.
ഒരു പിള്ളേർക്കും അറിയത്തില്ല. പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്, റെയിൽവേ പാളത്തിൽ കിടക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത് അല്ലേ? ആരുണ്ട് സുഖമായിട്ട് ജീവിച്ച വെള്ളം എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ സുഖമായിട്ട് ജീവിച്ചേക്കുന്നത്.